MP ആയിരിക്കെ നിയമസഭാ അംഗങ്ങളുടെ പെൻഷൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കൈപ്പറ്റി. ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. നിയമസഭാ സെക്രട്ടേറിയറ്റിലെ പെൻഷൻ ക്രമക്കേടിൽ ജനം ടിവിയുടെ വാർത്തയ്ക്ക് പിന്നാലെ പരാതി. വിവരാവകാശ പ്രവർത്തകൻ മുഹമ്മദ് അഷ്റഫാണ് സ്പീക്കർക്കും നിയമസഭാ സെക്രട്ടറിക്കും പരാതി നൽകിയത്. ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സുമായി ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. ശാലിനി, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ വലിയ ഞെട്ടലാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കാരണം മരണപ്പെട്ടു പോയ KR ഗൗരിയുടെയൊക്കെ പേരിൽ ഇപ്പോഴും പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ സംസ്ഥാനം വലിയ കടബാധ്യതയെ നേരിടുകയാണ്, മറുഭാഗത്ത് ഇത്തരം ദൂർത്ത് മറ്റൊരു വശത്തുകൂടി നടക്കുന്നു. അത് പോട്ടെ, ഇതിപ്പോൾ നമ്മൾ ഈ വാർത്തയിൽ രണ്ടാമത്തെ അപ്ഡേറ്റ്സിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആണല്ലോ ഈ KC വേണുഗോപാൽ. ഇദ്ദേഹം MP ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് MLA മാരുടെ പെൻഷൻ കൈപ്പറ്റുന്നത്? ശാലിനി, അത് തന്നെയാണ് ഗൗതം നമുക്കും ആശ്ചര്യമുണ്ടാക്കുന്നത്. കാരണം സാധാരണ ജനങ്ങൾ പെൻഷൻ ലഭിക്കാനായി മസ്റ്ററിംഗ് ചെയ്യാനായി അക്ഷയ കേന്ദ്രങ്ങളിൽ ക്യൂ നിൽക്കുമ്പോഴാണ് VIP VVIPകൾ ഇങ്ങനെ പെൻഷൻ കൈപ്പറ്റുന്നത് എന്നുള്ളതാണ്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ KR ഗൗരി, PK ശ്രീമതി, ഒപ്പം തന്നെ നിരവധി ആളുകളാണ് MLA മാരായി ഇരിക്കാതെയും MLA മാരായി ഇരുന്ന് അവർ മരണപ്പെട്ടതിന് ശേഷവുമൊക്കെ ഇരട്ട പെൻഷൻ അടക്കം നിയമസഭാ സാമാജികനായിരുന്നു എന്ന പേരിലൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. MLA മാരായിരുന്നവരുടെ ഭാര്യമാർ, ഒപ്പം തന്നെ 2 ഭാര്യമാർ, MLA മാരല്ലാത്തവരുടെ മക്കളടക്കമുള്ളവർ ഈ ഒരു പട്ടികയിലുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുകയും ചെയ്യുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ അതിൻ്റെ വിവരാവകാശ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് നിയമസഭാ സാമാജികൻ എന്ന പേരിൽ ഇത്തരത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 9 MLA മാരാണ് MP മാരായി സംസ്ഥാനത്ത് നിന്നും പോയിട്ടുള്ളത്. അതിൽ 8 പേരും പെൻഷൻ വാങ്ങാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ അനധികൃതമായി ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് KC വേണുഗോപാൽ പെൻഷൻ വാങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, MLA ആയതിനു ശേഷം അവർ വിരമിക്കുമ്പോൾ സാധാരണഗതിയിൽ പെൻഷൻ നൽകാറുണ്ട്. അത് തിരികെ MLA ആയി വീണ്ടും വരികയാണെങ്കിൽ ആ പെൻഷനുള്ള അർഹത ഇല്ലാതാകും. അത് മറിച്ച് MPയോ അങ്ങനെ എന്തെങ്കിലുമായി പോവുകയാണെങ്കിൽ ആ പെൻഷൻ വാങ്ങാനുള്ള അർഹതയില്ല. പക്ഷേ ഇവിടെ ആ നിർദ്ദേശങ്ങളും ആ ചട്ടങ്ങളും ഒപ്പം തന്നെ എല്ലാ നിയമ സംവിധാനങ്ങളും അട്ടിമറിച്ചുകൊണ്ടാണ് KC വേണുഗോപാലും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം 3 തവണയാണ് നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ളത്. 1996, 2001 കാലഘട്ടത്തിൽ, 2ാം ടൈം 2001 മുതൽ 2006 വരെ അദ്ദേഹം ഇരുന്നു. 3ാം ടൈമിൽ അദ്ദേഹം 2006 മുതൽ 9 വരെ MLA എത്തുമ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MP ആയി അദ്ദേഹം പോകുന്നത്. അതിനുശേഷം 28,000 രൂപ പ്രതിമാസം അദ്ദേഹം പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ RTA രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. K സുധാകരൻ, ഷാഫി പറമ്പിൽ, MP അബ്ദുസമദ് സമദാനി, ET മുഹമ്മദ് ബഷീർ, ഒപ്പം തന്നെ K രാധാകൃഷ്ണൻ, ബെന്നി ബഹന്നാൻ, NK പ്രേമചന്ദ്രൻ, അടൂർ പ്രകാശ് അങ്ങനെ ഉൾപ്പെടെ നിരവധി MLA മാരാണ് MP മാരായി പോയത്. പക്ഷേ ഇവരൊന്നും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. AICC ജനറൽ സെക്രട്ടറി മാത്രം ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും കൃത്യമായ അന്വേഷണം വേണം, ഒപ്പം തന്നെ നടപടി വേണം. കൂടാതെ തന്നെ നൽകിയിട്ടുള്ള പെൻഷൻ അനധികൃതമായി ചട്ടം ലംഘിച്ച് നൽകിയിട്ടുള്ള പെൻഷൻ തിരികെ പിടിക്കണമെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഈ വിവരാവകാശ രേഖയൊക്കെ എടുത്തിട്ടുള്ള വിവരാവകാശ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള മുഹമ്മദ് അഷ്റഫ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട സ്പീക്കർക്കും ഒപ്പം തന്നെ നിയമസഭാ സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. കൃത്യമായി ഒരു ശുദ്ധി കലശം ഈ പട്ടികയിൽ വേണം. അതിനുശേഷം അർഹതയുള്ളവർക്ക് മാത്രമായി പെൻഷൻ നൽകുക, മറ്റുള്ളവരുടെ കയ്യിൽ അനധികൃതമായി പെൻഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ തിരികെ വാങ്ങുക എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഈ KC വേണുഗോപാൽ നടത്തിയിരിക്കുന്നത്. കാരണം ഇതിപ്പോൾ KCക്ക് അറിയില്ല, അല്ലെങ്കിൽ ഞാൻ അറിയാതെയാണ് ഇത് സംഭവിച്ചതെന്നൊന്നും ഒരിക്കലും അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. കാരണം KCയുടെ പേരിൽ തന്നെ MLA ആയിരിക്കുമ്പോൾ ഉള്ള പെൻഷൻ സ്വന്തം കയ്യിലേക്ക് വരുമ്പോൾ ഇനിയും KC വേണുഗോപാൽ ഇത് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ അറിയുന്നുണ്ടായിരുന്നു. അപ്പം 10 രൂപ കൂടുതൽ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന മനോഭാവത്തിൽ ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു ഉളുമ്പും ഇല്ലാതെ. അങ്ങനെ വേണ്ട മനസ്സിലാക്കാൻ. തീർച്ചയായും അങ്ങനെ തന്നെ പറയണം ഗൗതം. കാരണം അർഹരായിട്ടുള്ള നിരവധി പേരാണ് ഈ മസ്റ്ററിംഗ് നടത്തിയില്ല, ഒപ്പം തന്നെ പട്ടികയിൽ ഇടം പിടിക്കാതെ സാധാരണ ജനപ്രതിനിധികൾക്ക് പിന്നാലെ പെൻഷൻ വാങ്ങി തരണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അങ്ങനെയുള്ള സാധാരണ ആളുകൾ ഒരു നേരത്തെ ആഹാരത്തിനായി ക്ഷേമ പെൻഷനുകളെ ആശ്രയിക്കുമ്പോഴാണ് മറുഭാഗത്ത് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ജനപ്രതിനിധികൾ തന്നെ ഇത്തരത്തിലൊരു കൃത്യവിലോപം നടത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതിൽ കൃത്യമായ അന്വേഷണം വേണം എന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്തായാലും AICC ജനറൽ സെക്രട്ടറിക്ക് ഇതിൽ നിന്ന് പിന്നോട്ട്
പോകാൻ ആവില്ല. കാരണം അറിയില്ല എന്ന്. കാരണം പ്രതിമാസം 28,000 രൂപയൊക്കെ ഒരു അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അത് അറിയില്ലാതെ അല്ലെങ്കിൽ അതെന്താണ് എന്ന് അന്വേഷിക്കാതിരിക്കേണ്ട കാര്യം ഒരു ജനപ്രതിനിധിക്കില്ല. എന്തായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഒരു ശുദ്ധി കലശം ഈ പട്ടികയിൽ വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി വരുന്നത്. നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഈ പട്ടികയിൽ വ്യാജ പേരുകളിൽ ഒപ്പം തന്നെ ഇരട്ട പേരുകളിൽ ഇരട്ട പെൻഷൻ വാങ്ങിക്കൊണ്ട് മരിച്ചുപോയവരുടെ ബന്ധുക്കൾ എന്ന രീതിയിലൊക്കെ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം ഒപ്പം തന്നെ നിർണായക രേഖകളും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. എന്തായാലും KR ഗൗരിക്കും PK ശ്രീമതിക്കും ഉൾപ്പെടെ അവർക്കൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഒരു MP കൂടി അനധികൃതമായി MLA ആയിരുന്ന കാലഘട്ടത്തിൽ MLA എന്ന് പറഞ്ഞുകൊണ്ട് മുൻ MLAയുടെ പെൻഷൻ വ്യക്തമാണ്. എന്തായാലും നിയമസഭയിലെ പെൻഷൻ വിതരണത്തിൽ നടക്കുന്ന വലിയ ക്രമക്കേടിന്റെ ഞെട്ടിപ്പിക്കുന്ന വാർത്താ പരമ്പര ജനം TV തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർത്തു നോക്കൂ, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് KC വേണുഗോപാൽ. കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. വർഷങ്ങളായി അദ്ദേഹം MP ആയി പ്രതിനിധീകരിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് രാജ്യസഭയിലും ഇപ്പോൾ വീണ്ടും ലോക്സഭയെയും പ്രതിനിധീകരിക്കുകയാണ്. ഈ വേളയിൽ അദ്ദേഹം മുൻപ് MLA ആയി കേരള നിയമസഭയെ പ്രതിനിധീകരിച്ച കാലത്തെ പെൻഷൻ തുക വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എത്ര വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നുവെന്ന് നോക്കണം. അപ്പോൾ അതാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ ശാലിനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെൻഷന് വേണ്ടി ആളുകൾ പലയിടത്തും ക്യൂ നിന്ന് തളർന്നു വീഴുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള വലിയ ഉഡായിപ്പ് പ്രവർത്തനങ്ങൾ നമ്മുടെ ജനസേവകർ തന്നെ നടത്തുന്നത്. അതും ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന വ്യക്തി തന്നെ നടത്തുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. ശാലിനിയാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സുമായി തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത്.